വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. മോഡലിംഗിന്റെ മറവിൽ പെൺകുട്ടികളെ വിദേശത്തേക്ക് കടത്തിയിരുന്ന സെക്സ് റാക്കറ്റിനെ കുറിച്ച് ഓരോ ദിവസവും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് നിർണായക വിവരങ്ങളാണ്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ വാട്സ്ആപ്പ് വഴി ആദ്യം അയച്ചു കൊടുക്കും, അതിനുശേഷം വിലപേശൽ. ഇതായിരുന്നു മുഖ്യപ്രതി സിന്ധു പിന്തുടർന്ന രീതി. വാട്സ്ആപ്പ് വഴി സിന്ധു നടത്തിയ വിലപേശലിന്റെ സ്ക്രീൻഷോട്ടുകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കൊച്ചി കേന്ദ്രീകരിച്ച് നടന്നുവന്ന മനുഷ്യക്കടത്ത് സംഘത്തിലെ ചില പ്രധാനികളെ വിദേശത്ത് നിന്ന് പിടികൂടാൻ ഇന്റർപോളിന്റെ സഹായത്തോടെയുള്ള നീക്കങ്ങളിലാണ് SIT. സിന്ധുവിനെ കോടതി 4-ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. പെൺകുട്ടികളുടെ ശരീരത്തിന് വിലയിടുന്ന മുഖ്യപ്രതി സിന്ധുവിന്റെ സ്ക്രീൻഷോട്ടാണിത്. മോഡലിംഗ് പ്രൊഫഷനിൽ ആകൃഷ്ടരായി വരുന്ന പെൺകുട്ടികളെ വിദേശത്തേക്ക് കയറ്റിവിടും മുമ്പ് തന്നെ തട്ടിപ്പ് സംഘത്തിലെ പ്രധാനി സിന്ധു ആവശ്യക്കാരുമായി ഡീൽ ഉറപ്പിച്ചിരിക്കും. കെണിയിലാക്കപ്പെട്ട പെൺകുട്ടികൾ പോലും അറിയാതെ അവരുടെ ഫോട്ടോ അയച്ചു നൽകി പണം പറഞ്ഞുറപ്പിച്ചാണ് ഡീൽ നടത്തിയിരുന്നത്. ഇതിനു പിന്നാലെ പെൺകുട്ടികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വിദേശത്തേക്ക് കയറ്റിവിടും. തുടർന്ന് നടക്കുന്നതെല്ലാം വൻ ആസൂത്രണ പ്രകാരമുള്ള നീക്കങ്ങളാണ്. പെൺകുട്ടികളുടെ സ്വകാര്യ ചിത്രങ്ങൾ കഴിയുന്ന രീതിയിൽ എല്ലാം ഒളിക്യാമറയിൽ പകർത്തിയെടുക്കും. ചതിയിൽ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തയ്യാറാകുന്ന പെൺകുട്ടികളെ നിശബ്ദരാക്കാൻ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഈ സ്വകാര്യ ചിത്രങ്ങളാണ്. ഇത്തരത്തിൽ നടന്ന ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളെല്ലാം സിന്ധുവിന്റെ പക്കൽ നിന്ന് കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശേഖരിച്ചിട്ടുണ്ട്. നിലവിലെ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് സംഭവം പുറത്തറിയാൻ കാരണക്കാരിയായ പരാതിക്കാരി പറയുന്നു. തനിക്കെതിരെ ഉയരുന്ന ചില ഭീഷണികളിൽ അവർക്ക് ആശങ്കയുമുണ്ട്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അറസ്റ്റിലായവരുമായി ബന്ധമുള്ള ആളുകൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വെല്ലുവിളി നടത്തുന്നുണ്ട്. അതെനിക്ക് വളരെയധികം വിഷമവും ഉണ്ട്, ആശങ്കയുണ്ട്. കാര്യം നമ്മൾ അത്രയും അനുഭവിച്ചിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാര്യം എന്താന്ന് പോലും അവർക്ക് അറിയില്ല. എന്നിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരുപാട് വിഷമമുണ്ട്. അവരുടെ വീട്ടിലെ ആൾക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ ചെയ്യില്ലല്ലോ. സെക്സ് റാക്കറ്റിന്റെ ഭാഗമായിരുന്ന ഷംല അഹമ്മദ് എന്നിവരെ എത്രയും വേഗം നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. 2 ദിവസത്തിനു ശേഷം സിന്ധുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് SITയുടെ തീരുമാനം. മുഖ്യപ്രതിയെ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു. കേസിൽ ഇതുവരെ 3 പ്രതികളാണ് അറസ്റ്റിലായത്. വിദേശത്ത് ജോലി, മോഡലിംഗ്, ഈ വാഗ്ദാനങ്ങളുടെ പേരിൽ നടന്നുവന്ന സെക്സ് റാക്കറ്റിനെ കുറിച്ച് ഇനിയും പരാതികൾ വരുമെന്ന കണക്കുകൂട്ടലിലാണ് കൊച്ചി സിറ്റി പോലീസ്. വർഷങ്ങളായി ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നുണ്ട്. പരാതി നൽകിയതിനേക്കാൾ കൂടുതൽ മലയാളികൾ ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടാകാം. സംഘത്തിന്റെ നിരന്തര ഭീഷണികൾക്ക് വഴങ്ങാത്ത എറണാകുളം സ്വദേശിയായ യുവതി പോലീസിൽ പരാതി നൽകിയതോടെയാണ് സെക്സ് റാക്കറ്റ് പോലീസിന്റെ വലയിൽ പെടുന്നത്. ദുബായ് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണ് കൊച്ചി സിറ്റി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. വഞ്ചിക്കപ്പെട്ട സ്ത്രീകൾക്ക് ഭയം കൂടാതെ സമീപിക്കാൻ സിറ്റി പോലീസിലെ വനിതാ സബ് ഇൻസ്പെക്ടർമാരുടെ മൊബൈൽ നമ്പർ അന്വേഷണ സംഘം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പേടികൊണ്ടും അപമാനം ഭയന്നും പലരും പരാതിയുമായി രംഗത്ത് വരാത്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ യുവതികൾ വിദേശത്തെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് മരട് പോലീസിൽ പരാതി നൽകിയ യുവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. ബ്യൂട്ടീഷ്യൻ, മോഡൽ എന്നീ വാഗ്ദാനങ്ങൾ നൽകി സ്ത്രീകളെ രഹസ്യ കേന്ദ്രങ്ങളിലും ഫ്ളാറ്റുകളിലും എത്തിക്കുന്ന സംഘങ്ങൾ ഇപ്പോഴും കേരളത്തിൽ സജീവമാണെന്ന് പോലീസ് പറയുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന്റെ മേൽനോട്ടത്തിൽ DCP അശ്വതി ജിജിയാണ് SITക്ക് നേതൃത്വം നൽകുന്നത്. നിലവിൽ 2 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ 2 പരാതികളിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പരാതികൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘവും. പെൺകുട്ടികളെ കബളിപ്പിച്ചായിരുന്നു വിദേശത്ത് എത്തിച്ചത്. പിന്നീട് അവരുടെ നഗ്ന ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തുകയും ചെയ്യും. ഈ ദൃശ്യങ്ങൾ കാണിച്ചായിരുന്നു തുടർന്നുള്ള ഭീഷണി.
സിന്ധുവിനെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ പ്രതികൾ പിടിയിലാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.